മക്കളെ 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 ശ്രുതി ടീച്ചറാണ്. എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാതൃസ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മാതൃസ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്നേഹമാണ്. നമുക്ക് നമ്മളെ അമ്മമാരെയൊക്കെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന ആദ്യത്തെ പാഠഭാഗമാണ്. വെണ്ണക്കണ്ണന്റെ കുസൃതികളെ പറ്റിയൊക്കെ മക്കൾക്ക് അറിയില്ലേ? അല്ലേ? വളരെ കുസൃതിയായിരുന്നു അല്ലേ നമ്മുടെ ഉണ്ണിക്കണ്ണൻ? എന്നിട്ട് വെണ്ണക്കട്ട് തിന്നാൻ വലിയ ഇഷ്ടായിരുന്നു. കുസൃതി കാരണം ആർക്കെങ്കിലും ദേഷ്യം തോന്നുവോ ഉണ്ണിക്കണ്ണനോട്? ഇല്ല അല്ലേ? ഉണ്ണിക്കണ്ണന്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ള ഗോപികമാർക്കും ആർക്കും ഒരു ഇഷ്ടക്കേടും തോന്നില്ല എന്നതാണ് ഉണ്ണിക്കണ്ണന്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കും ഇഷ്ടായിരുന്നു, ഓമനയായിരുന്നു. അപ്പൊ നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരിയുടെ വെണ്ണക്കണ്ണൻ എന്ന കവിതയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ചെറുശ്ശേരിയെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. അത് ടീച്ചർ മറ്റൊരു വീഡിയോയിൽ ചെയ്യും. അപ്പൊ മക്കൾ എന്താ ചെയ്യണ്ടേ? ഇനിയുള്ള വീഡിയോസും ഇനിയുള്ള കോണ്ടന്റും കാര്യങ്ങളൊക്കെ മക്കൾക്ക് കിട്ടണമെങ്കിൽ സൈലത്തിന്റെ 4ാം ക്ലാസ്സിലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വേണ്ടേ? അത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക വേണം കേട്ടോ. അപ്പൊ നമ്മൾ കവിത ഒന്ന് ചൊല്ലി നോക്കുകയാണ്. ഒരു കവിത പല ഈണത്തിലും ചൊല്ലാമെന്നറിയില്ലേ? മക്കളോട് ഈണം കണ്ടെത്തി വരാൻ ടീച്ചർ പറയൂലേ സ്കൂളിൽ നിന്ന്. അപ്പൊ ഇന്ന് ടീച്ചർ ഇതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഇന്ന് നമ്മൾ ഒരു ഈണത്തിൽ കവിത ഒന്ന് ചൊല്ലി നോക്കുകയാണേ. ആരാണ് വെണ്ണക്കണ്ണൻ എഴുതിയത്? എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ചെറുശ്ശേരി നമ്പൂതിരിയാണ് അല്ലേ? ചെറുശ്ശേരി പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. ഇതായിരുന്നു പ്രാചീന കവിത്രയങ്ങൾ. നമുക്കറിയാമല്ലോ അത്. അപ്പൊ അതിൽ ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ എന്ന കൃതിയിൽ നിന്ന് എടുത്ത വെണ്ണക്കണ്ണൻ എന്നുള്ള ചെറിയൊരു കവിതാ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എല്ലാവരും ചൊല്ലി നോക്കണം കേട്ടോ. വെണ്ണക്കണ്ണൻ. സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇങ്ങനെയുള്ളെനിക്കേതുമേ താരാതെ എങ്ങു നീ പോകുന്നതെന്നമ്മെ ചൊൽ. ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പിളുർക്കുന്നേരം ഉണ്ണിക്കൈ തന്നിലേ വച്ചു നിന്നിടിനാൽ വെണ്ണ താൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താൻ അന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്നിങ്ങനെ ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽവെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ. വൈകാതാ വണ്ണമക്കൈതവ പൈതൽ തൻ കയ്യിലും രണ്ടിലും വെണ്ണ വച്ചാൾ. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താനാനനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ. പുഞ്ചിരിത്തൂമ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിതപ്പോൾ.
ആരുടെ കവിതയാണ് നമ്മൾ കേട്ടത്? ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥ എന്ന കൃതിയിലെ വെണ്ണക്കണ്ണൻ എന്നുള്ള കവിതയാണല്ലേ. വെണ്ണക്കണ്ണനിൽ എന്താ പറയുന്നത്? ടീച്ചർ ഒരു ഈണത്തിൽ ചൊല്ലി എന്ന് കരുതിയിട്ട് മക്കൾ ഇതേ ഈണത്തിൽ ചൊല്ലണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മറ്റൊരു ഈണത്തിൽ വേണമെങ്കിൽ ചൊല്ലാം. സ്നാനവും ചെയ്തു നീയാകമീപ്പോളാവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ആ ഒരു ഈണത്തിൽ വേണമെങ്കിൽ മക്കൾക്ക് ചൊല്ലാം. ഇതിന് പല പല ഈണങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയൂലേ? ടീച്ചർ നമ്മളോട് അതല്ലേ പറയാറ്? ഈ കവിതയ്ക്ക് പല ഈണങ്ങൾ കണ്ടെത്തി വന്ന് ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല ഈണത്തിലും കവിത അവതരിപ്പിക്കാം. കവിതയിലെ കുസൃതിയും വികൃതിയും ഒക്കെ ടീച്ചർ അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ പറയുന്നത്. പക്ഷേ കവിത കേട്ടപ്പോൾ മക്കൾക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ കള്ളക്കണ്ണനാണല്ലേ. അമ്മ എവിടെ പോയതാ? സ്നാനം ചെയ്യാൻ പോയതാണ്. കുളിക്കാൻ പോയി വരുമ്പോഴേക്കും വെണ്ണ കാത്ത് നിന്നു അല്ലേ? വെണ്ണയെ കാവലിരുത്തിയത് ആരെയാ? നമ്മളെ കള്ളക്കണ്ണനെ. എന്നിട്ടോ കുസൃതികളാണ് നമുക്ക് ഈ കവിതയിൽ പറയാനുള്ളത്. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരും കേട്ടോ. അപ്പോഴേക്കും മക്കൾ എന്ത് ചെയ്യണം? ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞിട്ട് നമ്മുടെ സൈലത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ എത്തിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.